ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വരുന്ന വഴിക്ക് നന്നാട്ടുകാവ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു അക്വേറിയം ഷോപ്പ് കണ്ടു. സാധാരണ ഇങ്ങനെയുള്ള കടകൾ കാണുമ്പോൾ എനിക്കും ചേട്ടനും ഒരുപോലെ ഒരു സൈഡ് വലിവ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കടയിലേക്ക് പോയി. അമ്ന അക്വേറിയം ഷോപ്പ് എന്നായിരുന്നു കടയുടെ പേര്. ഇതൊരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മീനിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് ക്ലൗൺ ഫിഷ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. എനിക്ക് മീനുകൾ ഒരുപാട് ഇഷ്ടമാണെങ്കിലും എനിക്ക് എല്ലാ വെറൈറ്റിയുടെയും പേരറിയില്ല. അപ്പോൾ അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് കാർപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയായിരുന്നു നേരിട്ട് കാണാനായിട്ട്. ഇവിടെ മീനുകൾ മാത്രമല്ല, ഒരുവിധം എല്ലാ പെറ്റ്സും അവൈലബിൾ ആണ്. പല സൈസിലുള്ള കാർപ്പും അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ടും കാർപ്പ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കയറിയത്. പിന്നെ ഈ ഒരു മീനിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഓറഞ്ച് കളറ് മീനായിരുന്നു. പിന്നെ ഇത് ഗോൾഡ് ഫിഷാണ്. ഗോൾഡ് ഫിഷ് ഞങ്ങളുടെ വീട്ടിൽ ഫിഷ് ടാങ്കിലുണ്ട് 2 ഏകദേശം 2.5 വർഷത്തോളം ആവുന്നു അവർ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട്. പിന്നെ ഇത് വന്നിട്ട് റെഡ് ടെയിൽ ഗപ്പിയാണ്. ഇത് ഏഞ്ചൽ ഫിഷ്. എനിക്ക് ഒരുപാട് നാളായിട്ട് ഇത് വാങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് അക്വേറിയത്തിൽ മറ്റ് മീനുകളുടെ ഒപ്പം ഇടാൻ പറ്റില്ല, ഇത് അറ്റാക്ക് ചെയ്യും. പിന്നെ ഇത് ഷാർക്കാണെന്ന് തോന്നുന്നു. പിന്നെ ഇവൻ ഏതോ ഇച്ചിരി വില കൂടിയ പുള്ളിക്കാരനാണ്, പക്ഷെ എനിക്ക് പേരറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് പിന്നെ നമ്മുടെ സ്വന്തം കളർ മീൻ. ഇതിന് ഞാൻ കളർ മീൻ എന്നാണ് പറയുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാം ചത്തുപോയി. ഇതിൻ്റെ പേര് ഗൗരാമ എന്നാണെന്ന് തോന്നുന്നു, അതും എനിക്ക് ഉറപ്പില്ല. പിന്നെ ഇതിൻ്റെയും പേരറിയായിരുന്നു, ഞങ്ങളിതിനെ വളർത്തിയിട്ടുമുണ്ട്, പക്ഷേ എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ഫൈറ്റർ ഫിഷിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഫൈറ്ററിനെ ഒരുമിച്ച് കാണുന്നത്. പക്ഷേ ഞാൻ ഫുള്ളും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം അവിടെ മീൻ വാങ്ങാനായിട്ട് വന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ പ്രൈവസിയും കൂടി നോക്കണമല്ലോ. പിന്നെ മീനുകളെക്കാളും എന്നെ ആ ഷോപ്പിൽ ഏറ്റവും ആകർഷിച്ചത് ഈ ഒരു ക്യൂട്ട് പൂച്ചക്കുട്ടനായിരുന്നു. നമ്മുടെ കിങ്ങിണിക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നേ, കാരണം അവൾക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ വാങ്ങാനും പറയുന്നുണ്ട്, പക്ഷേ അവളിപ്പോൾ കുഞ്ഞായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും വാങ്ങിക്കൊടുക്കാത്തത്. അപ്പോൾ ഇത്രയും മീനുകളാണ് ഞങ്ങൾ അവിടുന്ന് വാങ്ങിയത്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് വന്ന് ഫിഷ് ടാങ്കിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഏകദേശം 1.5 വർഷമായി ഞങ്ങളിത് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് അവസ്ഥയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. മീനുകളുണ്ടോ, അത് പുതിയ അതിഥികൾ ആരെങ്കിലും വന്നോ, അതേ പഴയ മീനുകൾ എല്ലാം അതുപോലെ ഉണ്ടോ, ഒന്നും അറിയില്ല. ഒരുപാട് മീനുകൾ ഇതിനകത്തുണ്ടായിരുന്നു. ഗപ്പി തന്നെ ഏകദേശം 50ഓളം ഗപ്പികളുണ്ടായിരുന്നു. പിന്നെ കാർപ്പിൻ്റെ ഒരുപാട് വെറൈറ്റി, ഷാർക്ക് ഉണ്ടായിരുന്നു, സക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു പൈപ്പ് ഇട്ട് ഒരു പമ്പ് വെച്ച് കുറച്ച് വെള്ളം പുറത്തേക്ക് കളയാം. ഈ പമ്പ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് വെള്ളം പുറത്തേക്ക് കളയാം. അത് കഴിഞ്ഞ് പിന്നെ ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ കുറേ നേരം അങ്ങനെ അത് ഇങ്ങനെ പമ്പ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇന്നൊന്നും ക്ലീനിങ് പരിപാടി നടക്കത്തില്ല. അങ്ങനെ ഞങ്ങളല്ല ചേട്ടൻ പിന്നെ ബക്കറ്റിൽ വെള്ളം കോരി കളയാനായിട്ട് തുടങ്ങി. നെറ്റിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇലകൾ അങ്ങനെ വലുതായിട്ട് റിങ്ങിനകത്തേക്ക് വീണിട്ടില്ല. എന്നാലും നല്ല രീതിയിൽ പായലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര അഴുക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ മീനുകൾ ഞങ്ങൾ അന്ന് കണ്ടതിൻ്റെ പകുതി മീൻ പോലും ഇല്ലായിരുന്നു. എനിക്ക് ശരിക്കും വിഷമം തോന്നി. തിരിച്ചു വരുന്ന വഴിക്ക് കിങ്ങിണിക്കുട്ടിയെ നേരത്തെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ അവളെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2019-20 ആ ഒരു കൊറോണയുടെയൊക്കെ സമയത്ത് ചെറിയൊരു ഗപ്പി ഫാം പോലെ തട്ടിക്കൂട്ടാം എന്നുള്ള പരിപാടിയിൽ ചെയ്തെടുത്ത ഒരു റിങ്ങാണിത്. ഈ റിങ് മാത്രമായിരുന്നില്ല, കുറച്ചധികം ഫിഷ് ടാങ്കുകളും പിന്നെ ബക്കറ്റ്, പിന്നെ ബാത്തപ്പ്, ഫ്രിഡ്ജ് കേസ്, അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചെറിയ രീതിയിലുള്ളൊരു ഗപ്പി വളർത്തൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറുതല്ല, കുറച്ചധികം രീതിയിലുള്ളത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഹൈബ്രിഡ് ഗപ്പികളെയൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ പിന്നെ മുന്നോട്ട് പോയപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഞങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല, ഞങ്ങളെ കൊണ്ട് ഇതിന് പറ്റില്ല എന്ന്. ഞങ്ങൾക്ക് 2 പേർക്കും ഒരേപോലെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എനിക്ക് കുഞ്ഞിലെ മുതലേ ഇങ്ങനത്തെ ഈ മീൻ വളർത്തൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും കുഞ്ഞിലെ വെക്കേഷൻ ടൈമിലും അല്ലാതെയൊക്കെ, എൻ്റെ വീട് വയലിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഞാനും കണ്ണൻ ചേട്ടൻ എൻ്റെ വല്യമ്മയുടെ മോനാണ്. കണ്ണൻ ചേട്ടനും കൂടി ഇങ്ങനെ തോട്ടിലൊക്കെ പോയി തോർത്ത് വെച്ച് മീനൊക്കെ പിടിച്ച് ഞാൻ ഒരുപാട് മാനത്ത് തണ്ണിയൊക്കെ അങ്ങനെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഞാനിങ്ങനെ ഒരു ചെറിയ ബക്കറ്റിൽ കുറേ മീനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വളർത്തുമായിരുന്നു.
പിന്നെ ഈ വൈറ്റ് കളർ ഫിഷ് ഞങ്ങൾ കഴിഞ്ഞ വർഷം സാമ്പ്രാണിക്കുടിയിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു. വാങ്ങുമ്പോൾ നല്ല കുഞ്ഞായിരുന്നു. 2 എണ്ണം ഉണ്ടായിരുന്നു. ഒന്നിപ്പോൾ കാണാനില്ല. ചത്തുപോയതാണോ അതോ ഇനി കൊക്കോ കാക്കയോ എന്തെങ്കിലും പിടിച്ചതാണോ എന്നറിയില്ല. പിന്നെ സക്കറും 2 എണ്ണം ഉണ്ടായിരുന്നു. സക്കർ നമ്മുടെ ചെറിയ വിരലിൻ്റെ അത്ര സൈസേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട്. സക്കർ ഫിഷ് എനിക്ക് തോന്നുന്നു ചില രാജ്യങ്ങളിൽ നിരോധിച്ച മീനാണെന്ന് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല. കാരണം ഞാൻ ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടു. ഇന്ത്യയിലല്ല, വേറെ ഏതോ ഒരു രാജ്യത്ത് ഇങ്ങനെ കൂട്ടത്തോടെ സക്കർ ഫിഷുകളെ അവർ ഇല്ലാതാക്കുന്നതായിട്ട് കണ്ടായിരുന്നു. ഇതിൽ ഇഷ്ടം പോലെ ഗപ്പിയും അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നേ. ഏകദേശം ഒരു 50ഓളം എണ്ണം, അതിൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ. അത്രയും അധികം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ഒന്നിനെ പോലും കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു കൊക്കും കാക്കയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കാം. ഇടയ്ക്ക് അതിൻ്റെ ശല്യം നന്നായിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇതിനുള്ളിൽ മീൻ തന്നെ അതിനെ കഴിച്ചിട്ടുണ്ടായിരിക്കും. സക്കർ ഫിഷ് അത്യാവശ്യം വലുതായിട്ടുണ്ട്. പക്ഷേ ഇതിനെ നമുക്ക് കൈ കൊണ്ട് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. കാരണം ദേഹത്തൊരുമാതിരി മുള്ളു പോലെയും പിന്നെ നല്ല ഡ്രൈ സ്കിന്നാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്കതിങ്ങനെ കൈ കൊണ്ട് പിടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബക്കറ്റിൽ കുറേ അധികം വെള്ളം ചേട്ടൻ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി കുറച്ച് വെള്ളമേ ഉള്ളൂ. അത് നമുക്ക് ബക്കറ്റിൽ ഇങ്ങനെ കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഇങ്ങനെ ഈ കോരി വെച്ച് എടുക്കുമ്പോൾ അഴുക്കും ചവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കയറും. ഈ റിങ് നമുക്ക് നല്ല രീതിയിൽ മേക്ക് ഓവർ ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല പെയിൻ്റൊക്കെ അടിച്ചും പിന്നെ കുറച്ച് താമരയോ ആമ്പലോ അങ്ങനെ എന്തെങ്കിലും വാങ്ങി വെച്ച് പിന്നെ വേറെ വാട്ടർ പ്ലാന്റ്സ് വെച്ചിട്ടും കോഴിക്കാർപ്പ് പോലുള്ള മീനുകളൊക്കെ വാങ്ങിയിട്ടും കുറച്ച് നല്ല പെബിൾസൊക്കെ ഇട്ടും നല്ല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. ഭാവിയിൽ നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ കിങ്ങിണിക്കുട്ടിക്ക് ഇടയ്ക്ക് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വഴക്ക് കിട്ടി. അതിൻ്റെ പരിഭവമാണ് ഈ കാണിച്ചത്. നിലവിൽ ഞങ്ങളുടെ റിങ്ങിൽ ഇത്രയും മീനാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല. ശരിക്കും മീനുണ്ടായിരുന്നു. കാർപ്പായാലും പിന്നെ എനിക്ക് പേരറിയാത്ത പലതരം മീനുകളും സക്കർ, പിന്നെ മറ്റേ ഷാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഷാർക്കൊക്കെ 2-3 എണ്ണം ഉണ്ടായിരുന്നു. ഗപ്പി ഒരുപാടുണ്ടായിരുന്നു. ഇതൊക്കെ ചത്തുപോയതാണോ അതോ എന്തെങ്കിലും പിടിച്ചതാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. 1-2 ദിവസങ്ങളിൽ ഞാൻ കൊക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കാക്കയും വന്നിരിക്കുന്നത് കാണാം. പിന്നെ സമയക്കുറവ് കൊണ്ടും എന്തോ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നേരെ നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നെറ്റ് അവിടെ ഇവിടെയായിട്ട് ചെറുതായിട്ട് കീറിയിരിപ്പുണ്ടായിരുന്നു. ഫുഡ് കൊടുക്കും കേട്ടോ. ഡെയിലി കൊടുക്കാറില്ലെങ്കിലും നമ്മുടെ കിങ്ങിണിക്കുട്ടിയാണ് മിക്കവാറും കൊടുക്കാറ്. അവൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഇവർക്ക് തന്നെ ഇതിനകത്ത് പായലും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെന്തേ ഇതാണ് ഇന്ന് ഞങ്ങൾ വാങ്ങിയ മീൻ. ഇത് കൂടാതെ 2 ഫൈറ്ററിനെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതകത്ത് കിച്ചണിലെ ആ ബൗളിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് കാർപ്പാണെന്ന് തോന്നുന്നു. അങ്ങനെ വെള്ളമെല്ലാം റീഫിൽ ചെയ്ത് മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഞങ്ങൾ കുറച്ച് മാത്രമേ റീഫിൽ ചെയ്യുന്നുള്ളൂ. കാരണം ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ കുറച്ച് വെള്ളം എന്തായാലും ഇതിനകത്ത് കിട്ടുമല്ലോ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്കാകെ അറിയാവുന്നത് നമ്മുടെ മാനത്തുകണ്ണിയും ഗപ്പിയും ഗോൾഡ് ഫിഷും ഒക്കെയാണ്. പക്ഷേ ഇന്ന് എന്തുമാത്രം വെറൈറ്റി മീനുകളാണ് പല കളറിലും ഷേപ്പിലും ഭംഗിയിലും ഒക്കെ ഉള്ളത്. പണ്ടത്തെ ഓർമ്മകളൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം അന്ന് ആരും അറിയാതെ, അമ്മയൊന്നും അറിയാതെ കണ്ണൻ ചേട്ടനുമായിട്ട് പോയി വയലിൽ നിന്ന് തോട്ടിൽ നിന്നൊക്കെ മീൻ പിടിച്ചിരുന്നതും അതിനെ വീട്ടിലെ ഒരു ബക്കറ്റിൽ കൊണ്ട് വളർത്തിയിരുന്നതും പിന്നീട് അത് ചത്തു പോകുമ്പോൾ ഉണ്ടായിരുന്ന സങ്കടവും അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എന്ത് രസമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്ന കുട്ടികളുണ്ട് കേട്ടോ, ഈ അനുഭവങ്ങളുള്ള കുട്ടികളും ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ കിങ്ങിണിക്കുട്ടിക്കൊന്നും ഇങ്ങനെ തോട് വയലൊക്കെ എന്താണെന്ന് കൂടി അവൾക്ക് അറിയില്ല. പിന്നെ അതിനിടയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ചെടിച്ചട്ടി പോണ്ടിൻ്റെ അകത്തേക്ക് വീണായിരുന്നു. ഭാഗ്യത്തിന് മീനുകൾക്കൊന്നും പറ്റിയില്ല, ചെളി ആയതോ അങ്ങനെയൊന്നുമില്ല. ഇതാണ് നമ്മൾ കിച്ചണിലെ 2 ബോളിലത്തേക്ക് വേണ്ടി വാങ്ങിയ ഫൈറ്റർ ഫിഷ്. പിന്നെ പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് കാറ്റും മഴക്കോളും ഒക്കെ വന്നു. ആ സമയം കൊണ്ട് ഞങ്ങൾ ക്ലീനിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.